ഹായ് വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടുക. നമ്മൾ ദുബായ് മൊബൈൽ മാർക്കറ്റിൻ്റെ ഇടയിലാണ്ട നമ്മുടെ പുതിയൊരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ട് iGads. ഓക്കെ, അപ്പോൾ അതാ ഇത് എന്തൊക്കെ ഫോണുകളാണ് ഓഫറിൽ നോക്കാം. വാ ഇങ്ങോട്ട് ഇപ്പടി ന്യൂബി ഉണ്ട്, S24 Ultra ഉണ്ട്, നമ്മുടെ ഐഫോൺ ഉണ്ട്, Pixel 8 ഉണ്ട്, പോക്കോ F6 Pro ഉണ്ട്, നത്തിങ് ഫോൺ ഉണ്ട്, എഡ്ജ് ഉണ്ട്, Pixel 8 Pro, Xiaomi 14 Ultra, പോക്കോ F6, 12 Pro, Realme 12 Pro, OnePlus Open, OnePlusൻ്റെ 11R, 12R, അതുപോലെ റെഡ്മി പാഡ് SE, അതുപോലെ തന്നെ ഇതാ മാക്ബുക്ക്. ഇതെല്ലാം കൂടെ പൊളിച്ചടിക്കുക കിട്ടില്ല ഓഫറിലാണ് നമ്മൾ തരാൻ പോകുന്നുണ്ട്. ഇത് പുറത്തേക്ക് വിളിക്കാം, പുറത്തേക്കാണല്ലേ, എന്നാൽ പറ്റേ അപ്പോൾ ഓഫർ എടുത്ത് തന്നെ പൊളിക്കാൻ പോവാണ്. ഇതാ പിടി അവിടെ ഉണ്ടല്ലോ സുഖല്ലേ. ഇപ്പൊ ഇൻട്രോ കിട്ടില്ല ഇൻട്രോ കൊടുത്തിട്ട് പോകുന്നുണ്ടോ. അപ്പൊ എന്താണ് പുതിയ കടയെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ബ്രോ ഫസൽ ബ്രോ ഉണ്ടോ? ഫസൽ ബ്രോ സുഖല്ലേ? അപ്പൊ പുതിയ കട, പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി ഓപ്പണിംഗ് ടൈം നല്ലൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഉഷാറാക്കിയിട്ട് ഓഫർ കൊടുക്കും. അടിപൊളി ഓഫർ കൊടുക്കും. ഇനി വരും കാലങ്ങളിൽ കിടിലും ഓഫറായിട്ട് പോകാന്ന് പറയണേ അല്ലേ? എന്തൊക്കെയുണ്ട് പുതിയ കടയിൽ മൊത്തത്തില്? പുതിയ കടയിൽ നമ്മളിപ്പോ ഈ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ യൂസ്ഡ് ലാപ്ടോപ്സ് ഉണ്ട്, ഐഫോൺ ഉണ്ട്, നോർമൽ ബേസ് മോഡൽ വണ്ണൊക്കെ അതുണ്ട്. നല്ല പ്രൈസ് കൊടുക്കുമല്ലോ അല്ലേ? എല്ലാം നല്ല പ്രൈസ് ആക്കിയിട്ട് കൊടുക്കും. നല്ല കിടിലം പ്രൈസ് കൊടുക്കും. കിടിലം പ്രൈസ്. അതിൽ പ്രൈസിന്റെ കാര്യത്തിൽ ആരും ഒന്നും പേടിക്കേണ്ട. വിശ്വസിച്ച് വന്ന് നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസ് ആക്കി കൊടുക്കുന്നത്. വാച്ച് കാര്യങ്ങൾ വേണ്ടെങ്കിൽ അതിന്റെ വാച്ച്, പെർഫ്യൂം, ആ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ വാച്ച് ഇത് അതിന്റെ മോഡൽ ജസ്റ്റ് ഞങ്ങൾ ഫോണിനെ കുറിച്ച് വരുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നല്ല വാച്ചിൽ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോൾ വാച്ച് കാണിച്ചു തന്നില്ല അല്ലേ? അതിനെ ബ്രോ ഓക്കെ. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഐഫോൺ ഉണ്ട്, മാക് ഉണ്ട്, പിന്നെ ഐപാഡ് ഉണ്ട്, പിന്നെ നോർമൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം ഉണ്ട് അല്ലേ? അതെ അതെ, ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം ഉണ്ട് കേട്ടോ. മോട്ടോറോള, ഹുവാവി ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നോക്കിയേ, ഇവിടെ ഒരു കവറിന്റെ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കി ഗ്രീൻലാൻഡ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സാധനങ്ങളാണ്. ഇതെന്താ ക്യാമറ ലെൻസാ? 24 അൾട്രയിലെ ക്യാമറ ലെൻസ്. നോർമൽ ലെൻസ് കിട്ടും. അതിന് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് വേണ്ടുന്ന ആൾക്കാർക്ക് നല്ല ക്ലാരിറ്റി. അത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാല് സെയിം ക്ലാരിറ്റിയിൽ ഡിഫറെന്റ് വരില്ല. അടിപൊളി ക്ലാരിറ്റി കിട്ടും. ഇത് ഗ്രീൻലാൻഡ് ബ്രാൻഡാണ്. ഓക്കെ, അതുകൊണ്ട് നല്ല കിട്ടില്ലായിട്ട് നിങ്ങൾക്ക് കവറോ കാര്യങ്ങളോ എന്താണ് കിട്ടും. അതുപോലെ തന്നെ ഇയർബഡ് കാര്യങ്ങളെല്ലാം കിട്ടും അല്ലേ? എയർപോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ അടിപൊളിയായി കൊടുക്കും അല്ലേ? എല്ലാം കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ ഈ PS5 എന്ന് കണ്ടിരുന്നല്ലോ. അതൊന്ന് കാണിച്ചെടുത്തേ. PS5 എടുക്കുക കളിക്കുക ഞങ്ങള്. നല്ല പ്രൈസ് കൊടുക്കും. ഒരുപാട് പേര് നമ്മൾ ഈ ഐഫോണും സാംസങ്ങും മാത്രം ഇടയ്ക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളവിടെ സംഗീതം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ പുതിയ ഫോണുകൾ നമ്മൾ കുറേ എടുത്ത സമയത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൻഡ്രോയിഡ് സ്നേഹികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് കോൾ ചെയ്തിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ട്. നല്ല പ്രൈസും കാര്യങ്ങളെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PS5 എന്ത് കൊടുക്കും? PS5 നമുക്ക് നല്ല ബെസ്റ്റ്, അതായത് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് നല്ല ബെസ്റ്റ് പ്രൈസ് ആയി കൊടുക്കാം. 1550 dirhams. 1550 PS5. ഇത് ഏതാ പുതിയതാ? സ്ലിം 1TB. ഓക്കെ, 1 TB കിട്ടണല്ലേ? നാട്ടിൽ കമ്പയർ ചെയ്ത് നല്ല ഡിഫറൻസ് ഉണ്ടാവും. കിട്ടും. പിന്നെ ഈ ബോക്സ് ആയിട്ട് കാണുന്നില്ല നിങ്ങൾക്ക്. ഇത് പിന്നെ ക്യാരി ചെയ്യാനുള്ള ഈസിയാണ്. പിന്നെ PS5 ബാഗ് വരുന്നുണ്ട് സെപ്പറേറ്റ്. ആ ബാഗിൽ ഇട്ടിട്ട് നമുക്ക് അത് സെപ്പറേറ്റ് ആണോ ഇതിന്റെ കൂടെയാണോ? ഇല്ല, ഇതിന്റെ കൂടെ അത് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഒറിജിനൽ ബാഗ് വരുന്നുണ്ട്. ഈ ബോക്സ് കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് സുഖമായിട്ട് നാട്ടിലും കൊണ്ടുപോകാൻ പറ്റും. നാട്ടിലേക്കെല്ലാം കൊണ്ടുപോകാൻ ഈസിയാണ്. ചില ആൾക്കാർ ഇത്രയും വലിയ സാധനം ആയിക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ആരും വായിക്കും. അതിനുള്ള പരിഹാരമാണ് ബാഗ്. ഇപ്പൊ വേറെ ഫാസിൽ ബ്രോ, ഇതിപ്പോ ഈ സാധനം ഇപ്പൊ നാട്ടിലേക്ക് പോകണ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിപ്പോ ഫോണുകളോ PS5കളോ മറ്റെന്ത് ഫോണുകളും ഇങ്ങനത്തെ മേടിച്ചിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഈ PS5 ഒക്കെ മേടിച്ച് പോകണ എന്തെങ്കിലും വിഷയമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ എല്ലാം പൈസ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഈ PS5നൊക്കെ ഇല്ല. അത് കസ്റ്റമേഴ്സ് അവര് ചോദിക്കാൻ കാരണം ഈ കുറെ ക്വാണ്ടിറ്റി കൊണ്ടുപോകുമ്പോഴാണ് ബൾക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, ഇത് പ്രശ്നമൊന്നുമില്ല. സെയിൽ ചെയ്യുന്ന ടീംസ് എല്ലാം ഉണ്ടല്ലോ, അവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നോർമൽ നമ്മൾ പേഴ്സണൽ യൂസിനാണെങ്കിൽ അതിനൊന്നും പ്രശ്നം വരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഗെയിമിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങളോ പ്രൊഡക്റ്റുകളൊക്കെ വേണമെങ്കിൽ ഇതിൽ കമന്റ് അടിച്ചോ, ബാക്കി വരാം. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ പ്രൈസ് എല്ലാം ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം അതാ നമ്മുടെ ഇതിൽ തന്നെ കൊടുക്കാം അല്ലേ? iPad 10 തന്നെ കൊടുക്കാം. iPad 10 എത്ര കൊടുക്കാം നമുക്ക്? iPad 10 64GB വൈഫൈ. ഇത് നമ്മൾ കൊടുക്കുന്നത് 1250 dirhams. 1250 കിട്ടാം. iPad ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആപ്പിളിന്റെ പിന്നെ 1 year ആപ്പിൾ വാറന്റിയിലുള്ള 1250 ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ തന്നെ 9th ജനറേഷൻ വരുന്നുണ്ട്. അത് 990 കൊടുക്കാം. 990 കൊടുക്കാം. ഒരുപാട് പേര് iPad ചോദിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു
പയ്യൻ എന്തോ ഒരു 6th ജനറേഷൻ ഏതോ ഒന്ന് കമന്റ് അടിച്ചത് ഞാൻ മറന്നുപോയി. 6th അതിന്റെ പ്രൈസോ എയർ 6 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് 2450. നമ്മുടെ ഒരു പയ്യൻ ഒരു കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കുള്ള ഉത്തരം ഉണ്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചോ. സ്പെസിഫിക്കേഷൻ വേണ്ടി ചോദിച്ചു, നമ്മൾ അതിനുള്ള റിപ്ലൈ തരും. എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങൾക്ക് എന്തൊരു എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള കറക്റ്റ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അല്ലേ? കൊടുക്കൂലേ? അതെ. ഓക്കെ, അടുത്തത് കൊടുക്കുക. അടുത്തത് നമുക്ക് OnePlus Open. OnePlus Open. ഓക്കെ, OnePlus Open നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 4900 ആണെന്ന് തോന്നുന്നു. 4500. ഓക്കെ, 4500 സെയിം പ്രൈസിൽ നമുക്ക് കൊടുക്കാം. ഓപ്പൺ അല്ലേ? 4500 ദിർഹത്തിന്. അപ്പൊ ഇതിന്റെ ഈ 12ഉം 11 ആറൊക്കെയോ? ഇതിന്റെ OnePlus 12 കൊണ്ടുവന്നാക്കി നമ്മൾ കൊടുക്കുന്നത് 2250 ദിർഹംസ്. 2000 നിർത്തി ബ്രോ. iPhone 12 അല്ലേ? ഓക്കെ, OnePlus 12 iPhone എത്ര പ്രൈസ് തന്നെ? 2250 ദിർഹംസ്. 2200 RAM 512GB മെമ്മറി വരുന്നത്. ഓക്കെ, 16GB 512 മെമ്മറി വരുന്നത്. ഓക്കെ, 12 ആറിന് എടുത്ത് 12 R ആണെങ്കിൽ എത്ര കൊടുക്കാം? 1650. 1650 ഇതാ നിങ്ങൾക്ക് 12 ആറ്. എത്ര GB അത്? 16256 ആട്ടോ. ഓക്കെ, അടുത്ത 11 ആറും എടുത്തേ. 11 എത്ര കൊടുക്കാം നമുക്ക്? 1450 ദിർഹംസിന് കൊടുക്കാം. 1450 ഇട്ടിട്ട്. ഇതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ? ഇതിന് 1 ഇയർ ഡീലർ വാറണ്ടി ആണ് കിട്ടുന്നത്. ഡീലർ വാറണ്ടിയാണ് കിട്ടുന്നത്. OnePlus നിങ്ങൾക്ക് OnePlus ആരാധന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്ന ഒരു കിട്ടുന്ന ഫോണാണ്. ഓക്കെ, ഡൺ. അടുത്ത ഏതാ കൊടുക്കുക? അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. ഓക്കെ, തന്നെ പോവാം. ടാബ് കാര്യങ്ങൾ വേണ്ടുന്നാക്കിയതാ Redmi Pad SC. ബജറ്റ് ഫ്രണ്ട്ലി ആണ്. 8GB RAM 256GB മെമ്മറി വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളെല്ലാം ഉള്ള ടാബാണ്. ഇത് നമുക്ക് 559 കൊടുക്കാം. 559 റെഡ്മി പാഡ് SC ആട്ടോ. പക്ഷേ റെഡ്മി നോക്കുന്നവർക്ക് നല്ല സാധനമാണല്ലോ. എങ്ങനത്തെ സാധനം? 10.1 ഇഞ്ച്. വലിയ സ്ക്രീനിൽ കുറഞ്ഞ പ്രൈസിൽ പ്രൈസല്ലേ ഉള്ളൂ. വലിയ സ്ക്രീനിൽ കുറഞ്ഞ പ്രൈസ്, മെമ്മറി കൂടുതൽ. 8GB RAM 256GB മെമ്മറിയാണ്. ഓക്കെ, ഡൺ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, iPhone 13 12 ഇത് iPhone 13. 13. ഓക്കെ, iPhone 13 നമ്മൾ ഇപ്രാവശ്യം നല്ല ബെസ്റ്റ് പ്രൈസ് ആക്കുന്നത്. കിട്ടില്ല പ്രൈസ് കൊടുക്കോ? കിട്ടില്ല പ്രൈസ്. ഓക്കെ, കിട്ടില്ല പ്രൈസ് കൊടുക്കണേ. 1920 ദിർഹത്തിന് iPhone 13 128 അല്ലേ? 128GB ആട്ടോ നിങ്ങൾക്ക് കേട്ടിന്. ഓക്കെ, ഡൺ. അടുത്തത് ഇവിടെ പിക്സൽ ഇരിക്കുന്നുണ്ട്. Pixel 8 Pro. നമുക്ക് എല്ലാ മോഡലും പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഓക്കെ, ആയിക്കോട്ടെ. Pixel 6a 128GB ആണെങ്കിൽ 950 ദിർഹംസ്. 6a. ഓക്കെ, അടുത്ത നിങ്ങൾ പറഞ്ഞോ. Pixel 7 ഉണ്ട്. Pixel 7a ഉണ്ട്. 7a എത്ര കൊടുക്കാം? 1250 കൊടുക്കാം. 1250. ഓക്കെ, നെക്സ്റ്റ്. അതിന്റെ Pixel 7 വേണ്ടുന്നാക്ക് 1150 തരും. 1150 Pixel 7. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിന്നെ Pixel 7 Pro. ഓക്കെ, 7 Pro 256GB അല്ല 128GB നമുക്ക് കൊടുക്കാം 1500. 256GB നമുക്ക് കൊടുക്കാം 1850 ദിർഹംസ്. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ കഴിഞ്ഞു. ഇപ്പോഴും ഈ പിക്സൽ ഫോണുകളൊക്കെ എങ്ങനെ ഇതിന്റെ മൂവിംഗ് ഒക്കെ? പിക്സലിന് ആക്ച്വലി ലക്ഷ്യമില്ല, നല്ല ഫോണുകളാണ്. പ്രോസസ്സർ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പിക്സൽ, അതായത് ഇതൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാം. ഇപ്പൊ മാർക്കറ്റിൽ എൻക്വയറി ഉണ്ടോ ഈ പിക്സൽ ഫോണുകൾക്കൊക്കെ? അതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് എൻക്വയറി കാര്യങ്ങളുള്ള ഫോണാണ് പിക്സൽ അല്ലേ? ആളുകൾ മേടിക്കുന്നുണ്ട്. ഉപയോഗിച്ച് പിന്നെ സജസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടായത്. ഓക്കെ, പിക്സൽ ഫോണുകൾ ഇപ്പോഴും ഈ ക്യാമറ ആയിക്കോട്ടെ, ഇതിന്റെ പ്രൊസസ്സർ ആയിക്കോട്ടെ, ഇതിന് ഭയങ്കര സ്മൂത്ത്നെസ് ഉപയോഗിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ വേറെ കഴിഞ്ഞു കേട്ടെ. ഇപ്പോൾ ഈ ഒരു പിക്സൽ ഫോണുകൾക്കും എല്ലാം ഈ ഓൺലൈനിലും അതും ഇതൊക്കെ ഈ വാറണ്ടി ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വാറണ്ടി ഉണ്ടോ ഇല്ലയോ? പിക്സലിന് നോർമലി വാറണ്ടി കിട്ടുന്നില്ല. പിക്സലിന്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. OnePlus കാര്യങ്ങളെല്ലാം ഡീലർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ നോർമലി വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പിക്സലിന്റെ ഫോണിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. ഒരു വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം അതിന് വാറണ്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് നിങ്ങൾ വിൽക്കണാണ് ഫോണുകൾ. ഇത് വിറ്റിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പിക്സൽ OnePlus പൊതുവെ കൊടുത്തിട്ട് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നോർമൽ സാംസങ് ഇതുപോലെയല്ല, കംപ്ലൈന്റ്സ് കുറവാണ്. കൊടുത്തിട്ട് ഒന്നും റിപ്ലൈ എന്താ പറയുക റിട്ടേൺ ആയിട്ട് വന്നില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ അത്ര വിഷയമല്ല അല്ലേ? പിന്നെ ഇത് നോർമലി ആൾക്കാർ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിവ്യൂ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം എടുക്കുന്നതാണ്. ചെറിയ ഇത് എന്താ എല്ലാ ഫോൺസിനും ഉണ്ടോ? ഇപ്പൊ iPhone 15 Pro Max ആയിക്കോട്ടെ, നമ്മൾ അതിൽ ചെറിയ പിന്നെ ഹീറ്റും കാര്യങ്ങളെല്ലാം നോർമലി ഉണ്ടല്ലോ. അതുപോലെ ചെറിയ ബേസിക് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാവരും റിവ്യൂ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പിക്സലിന്റെ പ്രൈസ് ഞങ്ങൾ തന്നിട്ടുണ്ട്, OnePlusന്റെ പ്രൈസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാ?
അതെ നത്തിങ് ഓക്കെ നത്തിങ് നത്തിങ് ടു നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് കൊടുത്ത പോലെ തന്നെ ഇത് സ്പെഷ്യൽ എഡിഷൻ ആണ്. ഓക്കെ സ്പെഷ്യൽ പ്രൈസാ സ്പെഷ്യൽ എഡിഷനിൽ സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ എത്ര കൊടുക്കുക? കുറച്ചുണ്ട് 1320 ആക്കിയിട്ട് നമ്മൾ കുറച്ചുണ്ട്. നത്തിങ് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നത്തിങ് ഫോൺ. ഓക്കെ ഡൺ. ഓക്കെ ഇതെവിടെ ഈ സോണിയുടെ ഹെഡ്സെറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ആണെന്നല്ല ഇത് സോണിയുടെ ഹെഡ്സെറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതുണ്ടോ ഏതൊരു ഐറ്റം ആണെങ്കിലും നിങ്ങൾ കിട്ടും. സോണിയുടെ ഹെഡ്സെറ്റുകളോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് നോക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അന്ന് അധികം ചെയ്യാറില്ല. ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇതേതാ? ആ സോണി 1000 സെറ്റാ. ഓക്കെ ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട്? ഏകദേശം 985. അടിപൊളി സാധനമാണല്ലേ? അപ്പൊ ഇത് ശരിക്കും ബ്രാൻഡഡ് ഷോറൂം എന്നൊക്കെ നമ്മൾ മേടിക്കുമല്ലോ, അതായത് ഈ നമ്മുടെ ആപ്പിൾ സ്റ്റോർ സോറി ദുബായ് മാളിലൊക്കെ അങ്ങനെ ആകുമ്പോൾ വില കൂടുമോ? ഇല്ല അത് പ്രൈസ് എന്തായാലും അവിടുന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും കൂടും. അതാണ് എന്റെ ചോദ്യം. ഓക്കെ അതെന്തായാലും അവരാണെന്ന് പറഞ്ഞാൽ അവര് ഫിക്സഡ് പ്രൈസ് ആ ഒരു മാർജിൻ വെച്ചിട്ട് അവർ സെയിൽ ചെയ്യുന്നതാണ്. അതിനേക്കാളും നല്ല പ്രൈസ് ഇവിടെ കിട്ടും. അതിനേക്കാൾ എന്തായാലും ബെസ്റ്റ് പ്രൈസ്. നമ്മളിപ്പോ ഈ പ്രൈസും നിങ്ങൾ അവിടെയുള്ള സോണിന്റെ ഡയറക്റ്റ് ഷോറൂം അല്ലെ ദുബായ് മാളിലെല്ലാം പോയിട്ട് ആ പ്രൈസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് എന്തായാലും മനസ്സിലാവാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന് ഇപ്പൊ ഞാനിപ്പോ സോണിയുടെ ഒരു ഇത് മേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതെങ്ങനെ ഇതിന് വാറണ്ടി ഒക്കെ? ഇതിന് വരുന്നത് TDRA വാറണ്ടിയാണ്. ഓക്കെ TDRA വാറണ്ടി പിന്നെ നോക്കാനില്ല, ഡയറക്റ്റ് സോണിന്റെ വാറണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് ഇവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സോണിയുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എനിക്ക് കംപ്ലൈന്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ഓക്കെ ഡൺ. അപ്പൊ അത് 100% വിശ്വസിച്ച് മേടിക്കാം. ബില്ലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ ഡൺ. ഓക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് ഡ്രോൺ കാര്യങ്ങൾ വേണ്ടിക്കിൽ അതെല്ലാം ഉണ്ട്. ഇത് ഏതാ കമ്പനിയാണോ? ഇത് എന്താ സംഭവം? ഇത് നോർമൽ ഡ്രോൺസ് ആണ്. നോർമൽ ഡ്രോൺസ്. അപ്പൊ ഇതിനിപ്പോ ഈ ഡ്രോൺസ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ഇവിടെ ദുബായിൽ വിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇതൊക്കെ എടുക്കണല്ലോ, അതിന് എന്തോ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. ലൈസൻസ് കാര്യങ്ങൾ അത് ഓരോ ഗ്രാമിന്റെ ഇത് വരുന്നുണ്ട്, അത് ഗൂഗിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ അപ്പൊ ഞാൻ ഈ നോർമൽ ഡ്രോൺ മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന് മേടിക്കണേ? നോർമൽ ഇതെല്ലാവരും നാട്ടിലേക്കെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ അപ്പൊ അതും കൂടെ ജസ്റ്റ് നോക്കി വെച്ചോ. ഓക്കെ നമ്മള് 15 Pro Max നല്ല പ്രൈസോട് കട, പുതിയ കടയാണ്. നമ്മൾ ഓപ്പണിംഗ് ഒരു അടിപൊളി ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു കിടയിൽ ഓഫർ കൊടുക്കണ്ടായിരുന്നു. വേറെ നല്ലൊരു കമന്റ് ഉണ്ടായിരുന്നു, അല്ലേ? ഞാൻ മറന്നുപോയി എന്താണെന്നുള്ള കാര്യം. എത്ര കൊടുക്കുക നമ്മള് പ്രൈസ്? 4000 4000 ദിർഹത്തിന് iPhone 15 Pro Max 256 GB ഇട്ടാ. ഇത് സെയിം സാധനം നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇത് മേടിക്കണമെങ്കിൽ 256 GB നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ 5200 ദിർഹമാണ്. ഏത് 200 അല്ലേ? 5099 ഒഫീഷ്യൽ പ്രൈസ്. 5099 ദിർഹമാണ് ഒഫീഷ്യൽ പ്രൈസ് iPhone 15 Pro Max. ഇത് ഇന്റർനാഷണൽ സ്പെക് ആയിട്ടുള്ള സാധനം. ഏത് ലോകത്ത് എവിടെ പോലും നിങ്ങൾക്ക് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കിട്ടുന്ന സാധനം നിങ്ങൾക്ക് വെറും 4000 ദിർഹത്തിന് 256 GB 15 Pro Max കിട്ടും. മച്ചന്മാരെ ഏത് കളറും കൊടുക്കുമല്ലോ അല്ലേ? ഏത് കളറും കൊടുക്കൂല. ചെറിയ ഡിഫറൻറ്റ് എങ്ങനെ? കളറില്ല. ഓക്കെ വൈറ്റ് ഒക്കെ ആണെങ്കിൽ പ്രൈസ് ഒരു 30-40 ഡിഫറൻറ്റ് വരും. വൈറ്റിന് കൂടുതലാ? മാക്സിമം ഒരു 4500. അതിന് താഴോട്ട് വരും. അല്ല ഈ കളർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രേ കളറും വൈറ്റ് ഒക്കെ ആകുമ്പോൾ പ്രൈസ് കൂടുതൽ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിലവുള്ള കളർ ഏതാ? ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന കളർ? കൂടുതൽ പ്രീമിയത്തിൽ വരുന്നത് വൈറ്റ്. വൈറ്റ് ഇപ്പോൾ നല്ല മാർക്കറ്റാ. ഓക്കെ പിന്നെ നോർമലി കസ്റ്റമർ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ബ്ലാക്ക് ബ്ലൂ. വൈറ്റിന് നല്ല ഇതാപ്പോ മാർക്കറ്റാ? വൈറ്റ് കുറച്ച് മാർക്കറ്റ് കൂടുതലാണ്. ഓക്കെ ഡൺ. അല്ല 1 TB 5 GB 4760 നിങ്ങൾക്ക് 512 GB ഇട്ടാ. 15 Pro Max 1 TB നല്ല പ്രൈസ് വരും. 1 TB 5150 15 Pro 1 TB നിങ്ങൾക്ക് കിട്ടും മച്ചാമാരെ. ഓക്കെ ഇനി 15 Proയോ? അടുത്തതായി 15 Pro 128. 128 3380. എത്ര? 3380 128 15 Pro കിട്ടും. അപ്പോൾ 15 Pro 128 അടിപൊളി പ്രൈസ് കൊടുത്തു. 256 എത്ര കൊടുക്കും? 15 Pro 256 ഇങ്ങോട്ട് എന്നെ 256 3790 250 കൊടുക്കും. 512 512 കൊടുക്കാൻ 4450 4450 1 TB 15 Proയോ? 4800 തരുന്നതിന് 1 TB ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ ഇനി അടുത്ത് നമ്മൾ കിഡിലൻ ഫോണായിട്ട് iPhone 13 പറഞ്ഞു, iPhone 15 Pro Max പറഞ്ഞു. ഇത് Realme 12 Pro Max Plus 1350 512 GB 1350 ദിർഹത്തിന് നിങ്ങൾക്ക് കിഡിലൻ പ്രൈസിൽ. ഓക്കെ Xiaomi 14 Ultra 3990 കേട്ടോ. 3990 ഇതിൽ പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? അതോ ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ടാവും. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ അപ്പോൾ ഇതിൽ Xiaomiയുടെ 14 Pro Edge
LG 50 ഫ്യൂഷൻ ഫ്യൂഷൻ 1290 1290 ദിർഹത്തിന് നിങ്ങൾക്ക് LG 50 ഇതും 512 512 GB ഓക്കെ ഇതും 512 GB ആട്ടോ മച്ചാമാരെ ഓക്കെ ഐഫോൺ ഇതേതായിരുന്നു 14 ഐഫോൺ 14 നല്ല പ്രൈസാ iPhone 2250 2250 ദിർഹത്തിന് ഐഫോൺ 14 256 അതെ അതെ മാർക്കറ്റിൽ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ഈ പ്രൈസ് അതെ 250 രൂപ കിട്ടില്ല പ്രൈസ് ആണെന്നാണ് കേട്ടോ ഫാസൽ ബ്രോ പറയുന്നത് പോക്കോ F6 പ്രോ ഒക്കെ ഉണ്ടല്ലോ അതെന്താ പ്രൈസ് വരുന്നത് F6 Pro ഉണ്ട് പോക്കോ F6 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 1400 ദിർഹം 1400 ദിർഹത്തിന് ഇതൊരു ഗെയിമിംഗ് ഫോൺ ഉണ്ട് അല്ലേ ഗെയിമിംഗ് ഫോൺ ആണല്ലേ 12GB RAM 512GB മെമ്മറി ആണ് ഇതിന്റെ വരുന്നത് ഗെയിമിങ്ങിനുള്ള നല്ല അടിപൊളിയാണ് കിടിലൻ ഫോണാണ് ഇതിലും ഫോണാണ് അതിനെ നമ്മൾ പ്രത്യേകം നോക്കിയായിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഗെയിമിംഗ് ഫോണിന്റെ നിങ്ങൾ കമന്റ് ഇടിച്ചോ നമ്മളെന്തായാലും നൂബിയ നമ്മൾ സ്ഥിരം നൂബിയ ബജറ്റിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഇത് നമ്മള് 590 ദിർഹത്തിന് നൂബിയ ഫോൺ ഉണ്ട് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ ഗെയിമിംഗ് ഫോണുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കമന്റ് ചെയ്തോ നമ്മൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടുത്ത് വരുന്നതായിരിക്കും ഓക്കെ രാജാവ് സാംസങ്ങിലേക്ക് പോവാ അല്ലേ ഓക്കെ സാംസങ് ഏത് കൊടുക്കണം നമ്മള് സാംസങ് S24 Ultra കൊടുത്താലോ S24 Ultra ആദ്യം കൊടുക്കാം S24 Ultra ഇങ്ങോട്ട് വരട്ടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് S24 Ultra എത്ര കൊടുക്കാം നമുക്ക് S24 Ultra നമുക്ക് ഈ പ്രൈസ് നല്ല നെറ്റിക്കുന്ന പ്രൈസ് പ്രൈസ് കൊടുക്കാം ഓക്കെ ആ ഇത് നമുക്ക് കൊടുക്കാം 3090 3090 ദിർഹത്തിന് കൊടുക്കാം 3090 ദിർഹത്തിന് S24 Ultra നിങ്ങൾക്ക് കിട്ടാം 256GB TDR സ്പെക്ക് നല്ല കിട്ടും വിത്ത് 1 ഇയർ സാംസങ് വാറന്റി ഇതിന് 512 നമുക്ക് കൊടുക്കാം 3780 ഓക്കെ അതിന് 1TB ഇതിന്റെ 1TB നമുക്ക് കൊടുക്കാം 4350 ഇത് സെയിം കളറിനൊക്കെ സെയിം പ്രൈസ് ആയിരിക്കും എല്ലാം സെയിം പ്രൈസ് എല്ലാ കളറിനും സെയിം പ്രൈസ് ആയിരിക്കും ഓക്കെ അവിടെ S24 128GB നമുക്ക് കൊടുക്കാം 2150 2150 ദിർഹത്തിന് S24 എത്ര GB 128 ഇതിന് 256 2450 ദിർഹത്തിന് കിട്ടാം ഇതിന്റെ അതുപോലെ തന്നെ ഈ പ്ലസ് ഉണ്ട് അതിന്റെ ഒന്ന് പ്ലസ് എത്ര പ്രൈസ് വരുന്നത് ഇതിന് നമുക്ക് കൊടുക്കാം 2850 ദിർഹം 2850 FE S23 FE നമുക്ക് നല്ല S24 FE S23 FE വന്നില്ല S23 FE 120GB ആണെങ്കിൽ 1500 ദിർഹംസും 1500 ദിർഹം 120GB ഓക്കേ അതിന്റെ 256GB കൊടുത്താൽ 1625 ദിർഹംസ് 1625 ദിർഹത്തിനാണ് FE യുടെ പ്രൈസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് സീരീസിലെ ലോ ബജറ്റിലുള്ള ഫോൺ അതെ ഓക്കേ അപ്പോൾ S23 അൾട്രയ്ക്ക് പോയാ നമുക്ക് S23 അൾട്ര ഓക്കെ S23 ഉള്ളുണ്ട് നമ്മൾ ഒന്ന് ആദ്യം വന്നിട്ട് തരും S23 അൾട്ര ഉള്ളുണ്ട് S23 അൾട്ര കൂടെ എടുത്തു S23 അൾട്ര പ്രൈസ് S23 FE ഇതല്ലേ ഇരിക്കുന്നത് ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഇതിന്റെ പ്രൈസ് നമ്മൾ ഓൾറെഡി ഒന്ന് കാണിച്ചു കൊടുത്തു S23 FE യുടെ പ്രൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏത് കളർ വേണമെങ്കിലും S23 FE ഉണ്ട് കേട്ടോ അച്ഛന്മാരെ ഓക്കെ S23 എന്ത് തരുമോ S23 അൾട്ര തരുമോ S23 അൾട്ര എത്ര കൊടുക്കാം നമുക്ക് S23 അൾട്ര നമുക്ക് കൊടുക്കാം 2690 ദിർഹത്തിന് നിങ്ങൾക്ക് S23 അൾട്ര ഉണ്ട് കേട്ടോ 2690 ദിർഹത്തിന് നിങ്ങൾക്ക് S23 അൾട്ര അച്ഛന്മാരെ അത് കിട്ടില്ലാന്ന് പറയുന്നത് അതിന് 512GB ഇല്ല എത്ര കൊടുക്കാം 3150 ദിർഹത്തിന് S23 അൾട്രയുടെ പ്രൈസും കൂടെ നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ ഓക്കെ ഗിഫ്റ്റാ ഗിഫ്റ്റ് ബോക്സ് ഓക്കെ ഇൻസ്റ്റാക്സ് മിനി 12 ഇത് മറ്റേ ഫോട്ടോ എടുക്കുന്ന പരിപാടിയല്ലേ ഓക്കെ ഇത് എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആയി ഇത് എന്ത് സാധനം പറഞ്ഞു ആദ്യം ഇത് ഇൻസ്റ്റാക്സ് മിനി 12 ഇതാ ഫോട്ടോ എടുക്കാം പെട്ടെന്ന് അടുപ്പിച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇൻസ്റ്റാക്സ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം അതായത് നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഇതിൽ ഷീറ്റാ വരുന്നത് ഇതൊരു പാക്കേജ് 10 ഷീറ്റ് ഉണ്ടാവും ഇത് നമ്മൾ ഇതിൽ ലോഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരും ഫോട്ടോ വരും ഫസ്റ്റ് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കാണാം അത് നമ്മൾ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇത് ഫോട്ടോ ക്ലിയർ ആയി വരും ഓക്കെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും അടിപൊളി സാധനം ഒരു യൂസർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഹുവായി അൾട്രാ പ്യൂറ 70 അൾട്ര പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തോ പ്യൂറ 70 അൾട്ര യൂസർ വന്നിട്ടുണ്ട് ഇത് എത്ര വാറന്റി ഗ്യാരണ്ടി ഉണ്ടോ ബാക്കിയില്ല ഓൺലി 3 ഡേയ്സ് യൂസ് ചെയ്ത യൂസർ സാധനം എത്ര കുറവിന് കൊടുക്കും അത് പറയുന്നത് അൾട്ര എത്ര കൊടുക്കും ഇത് നമുക്ക് എത്ര കൊടുക്കാം ഫസൽ എത്ര കൊടുക്കാം 2950
2950 2950. ഇതിന്റെ ഒറിജിനൽ വില price എത്രയാണെന്ന് പറഞ്ഞോളൂ. ഒറിജിനലി 4000 above. 4000 ഉണ്ട്. 4000 above ഉള്ള ഫോണാണ്. എല്ലാവർക്കും അറിയാം ഒഫീഷ്യലായിട്ട് പ്യൂറ 70 അൾട്ര ആണ്. അൾട്ര ആണ്, നല്ല കിടില ഫോണാണ്. ക്യാമറ ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ സ്ലൈഡ് ചെറുതായിട്ട് പൊന്തുകയും ചെയ്യും. ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല കിടില ഫോണാണ്. 2000 എത്രയ്ക്ക് കൊടുക്കുന്നത്? 2950. 2950 2950 കൊടുക്കണ്ട. പ്യൂറ 70 അൾട്ര യൂസർ സാധനം ഏകദേശം മാർക്കറ്റിൽ 4000 ചില്ലറ 4000 പ്ലസ് വിലയുള്ള സാധനങ്ങൾക്ക് യൂസറിന് വെറും 3 ദിവസം യൂസ് ചെയ്ത് കിട്ടും. പറയണ്ടത്. അതെ, യൂസ് ചെയ്തേ പറയണ്ട. ഇത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇത് തോന്നണ്ട. അതെ അപ്പൊ ഫീല് വേണ്ട, നിങ്ങൾ ആരാന്ന് പെട്ടെന്ന് വന്നു യൂസ് ചെയ്തെന്നുള്ള ഒരു ഫീലേ വേണ്ട. കാരണം ജസ്റ്റ് 3 days ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. യൂസ് ചെയ്ത് പറയണ്ട നമുക്കത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് യൂസറിലൊക്കെ ഉള്ള S22 അൾട്ര ആയിരിക്കും. അതേതാ? S22 Ultra. S22 Ultra. S22 Ultra എന്തുണ്ട് പ്രൈസ്? S22 Ultra നമുക്ക് കൊടുക്കാം. ഇത് 1 SIM ആട്ടോ, 1 SIM ഉള്ള ഫോണാണ്. 256GB 1620 കൊടുക്കാം. 1620ക്ക് S22 Ultra 256 GB നിങ്ങൾക്ക് തരും. അതിന് വൈറ്റ് കളർ സാധനം സെയിം S22 Ultra തന്നെ. ഓക്കെ, S22 Ultra. കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല, അത്രയും നീറ്റ് ഇതാ. നീറ്റ് ആയിട്ടുള്ള S22 Ultra മച്ചാൻ കിട്ടില്ല ഫോൺ അല്ലേ? ഓക്കെ, ഡൺ. അതുപോലെ തന്നെ നിങ്ങളുടെ നോൺ ആക്റ്റീവ് ആക്റ്റീവ് ഏതാണുള്ളത്? ഫ്ലിപ്പ് ഉണ്ട്. ഫ്ലിപ്പ് ഇത് അതുപോലെ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫ്ലിപ്പ് നല്ല അടിപൊളി സാംസങ്ങിന്റെ ഫോണുകൾ യൂസർ ഇവിടെ ഉണ്ട്. ഓക്കെ, അത്രയും നല്ല നീറ്റ്. സാംസങ്ങിന്റെ ഫോണായാലും ഐഫോണിന്റെ ഫോണായാലും ഏതാണ് നിങ്ങൾക്ക് യൂസർ ഇവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതാ ഇത് നോൺ ആക്റ്റീവ്? നോൺ ആക്റ്റീവ് ഇപ്പൊ നമ്മൾ ഓൾറെഡി നല്ല ബെസ്റ്റ് പ്രൈസ് കൊടുക്കാൻ നിൽക്കുന്നതാണ്. നമ്മളിത് ക്വാണ്ടിറ്റി പ്രൈസ് ആണ്. ഇതിപ്പോ നമ്മള് ഹോൾസെയിൽ ആയിട്ട് അത്രയും ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ലാസ്റ്റ് ഫൈനൽ ആക്കിട്ട് കൊടുക്കുന്ന പ്രൈസ് ആണ്. എത്ര GB? ഇത് വരുന്നത് 1 ഫിസിക്കൽ 1 eSIM വരുന്നത് 512 GB. നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്തായാലും എവിടെ ഈ പ്രൈസിന് എന്തായാലും കിട്ടൂല. 2849 ദിർഹംസിന് കൊടുക്കും. 2849 ദിർഹംസിന് നിങ്ങൾക്ക് നമ്മുടെ നോൺ ആക്റ്റീവ് 14 Pro ഇട്ടുണ്ട്. 2849 ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. 2849 ദിർഹംസിന് നിങ്ങൾക്ക് 14 Pro ഇട്ടുണ്ട്. പക്ഷേ നോൺ ആക്റ്റീവ്. അപ്പൊ യൂസർ ആണെങ്കിലും നോൺ ആക്റ്റീവ് ആണെങ്കിലും ജസ്റ്റ് ആക്റ്റീവ് ആണെങ്കിലും ഏതാണ് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രാൻഡഡ് ഫോണുകൾ മാത്രമല്ല, ലാപ്ടോപ്പ് ആണെങ്കിലും യൂസർ ഫോൺ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മളിപ്പോ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണിന്റെ മാത്രമല്ല പറഞ്ഞത്, ഇവിടെ നമ്മൾ ഗാഡ്ജറ്റ് ഒരുപാട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറകൾ പറഞ്ഞിട്ടില്ല, ഹെഡ്സെറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡഡ് ഫോണുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് അടിച്ചോ. ബാക്കിയുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേ? തീർച്ചയായും. ഓക്കെ.